ഫസ്റ്റ് മന്ത് ഓഫ് പോസ്റ്റ്പാർട്ടത്തിൽ മിക്ക അമ്മമാരും എസ്പെഷ്യലി ഫസ്റ്റ് ടൈം മദേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലമാണ് നിപ്പിൾ ക്രാക്ക് അല്ലെങ്കിൽ ഫീഡ് ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻ വരുന്നത്. ഇത് വരുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ലാച്ചിന്റെ പ്രോബ്ലംസ്, ബേബി ഡീപ്പായിട്ട് ലാച്ച് ചെയ്യുന്നില്ല. സെക്കൻഡ് വൺ, എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, മെയിൻലി ഈസ്റ്റ് ഇൻഫെക്ഷൻസ് ആയിരിക്കാം. തേർഡ് വൺ, ഫ്രീക്വന്റ് ആയിട്ടുള്ള ഫീഡിങ്. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും കുട്ടി കരയുമ്പോൾ തന്നെ പറയും കുട്ടിക്ക് പാല് കൊടുക്കുക, കുട്ടിക്ക് വിശന്നിട്ടാണെന്ന് പറയും. എപ്പോഴും ഉള്ള ഫീഡിങ് കാരണം അവിടെ സോർനെസ് വരാം. തേർഡ് വൺ, ഡ്രൈനെസ്. ഒരേ ഫീഡിന് മുമ്പും സോപ്പും വാട്ടറും വെച്ച് വാഷ് ചെയ്യുന്ന അമ്മമാരെയും കണ്ടിട്ടുണ്ട് ആസ് പെർ അവരുടെ പേരൻസിന്റെ സജഷൻ. അപ്പൊ ഈ ഡ്രൈനെസ് കാരണമായിരിക്കാം ഈ നിപ്പിൾ ക്രാക്ക് വരുന്നത്. ഇതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഫസ്റ്റ് വൺ, ലാച്ച് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതൊരു അഡ്ജസ്റ്റ്മെന്റ് പീരിയഡ് ആണ്. അമ്മയും കുഞ്ഞും അത് ഫീഡിങ്ങിനെ കുറിച്ച് ബോണ്ടഡ് ആവണം, അവരത് ഫീഡിങ് പഠിച്ചു വരണം. അപ്പോൾ അതൊരു 2-3 വീക്സ് കഴിയുമ്പോഴത്തേനും ആണ് അത് സെറ്റായിട്ട് വരത്തുള്ളൂ മിക്ക ആൾക്കാർ. സെക്കൻഡ് വൺ, ഡ്രൈനെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓയിൻമെന്റ്സ്, ജീവന്ത്യാദിയമകം പോലത്തെ ഓയിൻമെന്റ്സ് ഉണ്ട് യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നിപ്പ് കെയർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ബട്ടർ ഓർ ഓയിൽ, എനിത്തിങ് ക്യാൻ ബി യൂസ്ഡ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഫീഡ് ചെയ്യാതിരിക്കരുത്. ഇപ്പോൾ ഒരു സൈഡിലാണ് ഈ ക്രാക്ക് വരുന്നെങ്കിൽ ആ സൈഡിന് ഫീഡ് ചെയ്യാതിരിക്കരുത്. ഫീഡ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് കോംപ്ലിക്കേഷൻസ് വരും. എൻഗോജ്മെന്റ് വരും, ആപ്സസ് വരും, മാസ്റ്റൈറ്റിസ് വരും, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിലോട്ട് പോകും. ഇഫ് ഡയറക്റ്റ്ലി ഫീഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല, ഭയങ്കര പെയിൻഫുൾ ആണെങ്കിൽ പമ്പ് ചെയ്ത് എക്സ്പ്രസ് ചെയ്തിട്ടെങ്കിലും കുട്ടീനെ ഫീഡ് ചെയ്യുക. ആ ബ്രസ്റ്റ് എപ്പോഴും എംപ്റ്റി ചെയ്യാൻ തന്നെ ശ്രമിക്കുക. ഹീലിംഗ് കുറച്ച് ടൈം എടുക്കുന്നതാണ്, 2 to 3 വീക്സ് എടുക്കും അത് കംപ്ലീറ്റ് ആയിട്ട് ഹീലായി അതിൻ്റെ പെയിൻ പോകാനായിട്ട്. ബട്ട് ഡ്യൂറിങ് ദിസ് ടൈം നമുക്ക് നിപ്പിൾ ഷീൽഡ് യൂസ് ചെയ്യാം, പമ്പിങ് യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിലും നമുക്ക് ഇതിൻ്റെ പെയിൻസ് റിസോൾവ് ചെയ്യാൻ പറ്റും.